ഞങ്ങളുടെ പ്രതിഷേധം അവസാനിച്ച് മഗർ ഗേറ്റ് വഴി ഞങ്ങൾക്ക് ലോക്സഭയും രാജ്യസഭയിലേക്കും പോകാനുള്ള പടികൾ മുഴുവൻ, സ്റ്റെപ്പ് മുഴുവൻ ഇവരുടെ BJPയുടെ നേതൃത്വമുള്ള 100-200ഓളം MPമാർ, BJP MPമാരും അവിടെ സഖ്യകക്ഷിയിൽപ്പെട്ട MPമാരും അവിടെ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് അകത്തോട്ട് കയറാൻ വയ്യാത്ത രീതിയിൽ തിക്കി ഞെരുങ്ങി ഇവർ നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ള നേതാവാണ്. പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കുള്ള ആളാണ്. പ്രതിപക്ഷ നേതാവിനെ സഭയ്ക്കകത്ത് കയറാൻ തടസ്സപ്പെടുത്താൻ പാടില്ല. അദ്ദേഹത്തിന് വഴി ഒരുക്കി കൊടുക്കേണ്ടത് പാർലമെൻറ്റിലെ സെക്യൂരിറ്റി വിഭാഗമാണ്. പക്ഷേ അദ്ദേഹത്തിന് വഴി പോലും കൊടുക്കാതെ 200ഓളം BJP MPമാർ പ്ലക്കാർഡും പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ മുട്ടി ഉരുട്ടി വിരൽ ചൂണ്ടി മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയപ്പോൾ അതൊന്നും വകവയ്ക്കാതെ രാഹുൽ ഗാന്ധി കൂളായിട്ട് നടന്ന് ആ സ്റ്റെപ്പിൽ കിട്ടിയ സ്പേസിലൂടെ മുകളിലോട്ട് കയറാനാണ് ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തെ പലതരത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനോട് കാണിക്കേണ്ട ബഹുമാനമോ പ്രതിപക്ഷ നേതാവിന് കടന്നു പോകാനുള്ള സ്ഥലം നൽകുകയോ ചെയ്യാതെ അതെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് രാഹുൽ ഗാന്ധിയോട് വളരെ മോശമായ പദപ്രയോഗങ്ങളും ഉപയോഗിക്കുകയും മുദ്രാവാക്യങ്ങൾ മുഷ്ടിയുരുട്ടി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വിളിക്കുകയും ചെയ്തു. വളരെ അധികം യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാതെ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഉന്തിലും തള്ളിലും അവർ തമ്മിലുള്ള BJP MPമാർ തമ്മിലുള്ള ഉന്തിലും തള്ളലും അവരുടെ 1-2 MPമാർ താഴെ വീഴുകയാണ് ചെയ്തത്. അതിനെ രാഹുൽ ഗാന്ധി അവരെ ആക്രമിച്ചു, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തള്ളിയിട്ടു, രാഹുൽ ഗാന്ധി കയ്യേറ്റം ചെയ്തു. ഒരു വനിതാ MP, നാഗാലാൻഡിൽ നിന്നുള്ള രാജ്യസഭയിലെ ഒരു വനിതാ MP രാഹുൽ ഗാന്ധി മോശമായി പെരുമാറി അല്ലെങ്കിൽ അവരെ മാൻ ഹാൻഡിൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഞങ്ങളെ തടസ്സപ്പെടുത്തിയെന്നും കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു വീണു. അദ്ദേഹത്തെയും ഇവർ തടഞ്ഞു. അദ്ദേഹത്തിന് ഏറെ ബാലൻസ് നഷ്ടപ്പെട്ടു. അദ്ദേഹം മറിഞ്ഞു വീണു. അവസാനം ഓടി അകത്തുനിന്ന് ഒരു കസേര കൊണ്ടുവന്ന് അതിലാണ് ഇരുത്തി വെച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെയെ മാൻ ഹാൻഡിൽ ചെയ്തതും അദ്ദേഹത്തിന് അവിടെ മറിഞ്ഞു വീഴേണ്ടി വന്ന സാഹചര്യം, അദ്ദേഹത്തിന് ഇയർ ബാലൻസ് ഉൾപ്പെടെയുള്ളത് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് BJP MPമാരുടെ ആ പ്രതിഷേധമാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് പോലും, അദ്ദേഹം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹം ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയുടെ അതേ റാങ്കുള്ള ക്യാബിനറ്റ് മന്ത്രിയുടെ അതേ റാങ്കുള്ള ആളാണ്. അദ്ദേഹത്തിനെയും തടസ്സപ്പെടുത്തി. അപ്പോൾ രാഹുൽ ഗാന്ധിയെ കയറിപ്പോകുന്നതിന്, സഭയ്ക്കകത്ത് പ്രവേശിക്കുന്നതിന്, മല്ലികാർജ്ജുന ഖാർഗെയെ സഭയ്ക്കകത്ത് പ്രവേശിപ്പിക്കുന്നതിനെ തടസ്സപ്പെടുത്തിയ BJP MPമാരുടെ പേര് സഹിതം ഞങ്ങൾ സ്പീക്കർക്ക് പരാതി നൽകി, രാജ്യസഭാ ചെയർമാന് പരാതി നൽകി. ആ പരാതിയിന്മേൽ ഒരു അന്വേഷണവുമില്ല, ആ പരാതിയിന്മേൽ യാതൊരു നടപടിയുമില്ല. ആ പരാതി സ്പീക്കറും രാജ്യസഭാ ചെയർമാനും വാങ്ങിച്ച് കയ്യിൽ വച്ചിരിക്കുകയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്ത കള്ളപ്പരാതി അല്ലെങ്കിൽ പെറ്റീഷൻ BJP MPമാരെ ഫോഴ്സ് ചെയ്ത് അവരെ കൊണ്ട് പരാതി വാങ്ങിച്ച് അത് പോലീസിനെ കൈമാറി FIR എടുത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, അംബേദ്കറെ അപമാനിച്ചതിൻ്റെ പേരിൽ, അംബേദ്കറെ സഭയ്ക്കകത്ത് അവഹേളിച്ചതിൻ്റെ പേരിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അത് തിരുത്തുവാനോ അത് മാപ്പ് പറയുവാനോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നടത്തിയ സമരം അത് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിച്ച സമരമാണ്. അതിന് നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധി. അതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാനോ കള്ളക്കേസ് എടുക്കാൻ ശ്രമിച്ചാൽ യാതൊരു സംശയം വേണ്ട, രാഹുൽ ഗാന്ധി ജയിലിൽ പോകാനും അംബേദ്കറെ അപമാനിച്ചതിൻ്റെ പേരിൽ എന്നെ ചോദ്യം ചെയ്ത് അംബേദ്കറെ അവഹേളിച്ചതിന് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ ഒരു തരത്തിലുള്ള ഭയവും രാഹുൽ ഗാന്ധിക്കില്ല. ജയിലിൽ പോകാനും ഈ വിഷയത്തിൽ ജയിലിൽ പോകാനും രാഹുൽ ഗാന്ധി തയ്യാറാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളക്കേസുകളും ഇത്തരത്തിലുള്ള ഭീഷണി എത്രയോ കാലമായി, കഴിഞ്ഞ 10 വർഷമായി ഗാന്ധി ഫാമിലിക്കെതിരെ, സോണിയാഗാന്ധിക്കെതിരെ ED ഉപയോഗിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെ ED ഉപയോഗിച്ച് എത്രയെത്ര കേസുകളാണ് എടുത്ത്, എത്രയെത്ര മണിക്കൂറാണ് ചോദ്യങ്ങൾ ചെയ്തത്, എന്തെല്ലാം കേസുകൾ ഉണ്ടാക്കി. പക്ഷേ ഈ BJPക്കെതിരായി, അതുപോലെ മോദി അദാനി അച്യുതനെതിരായി അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയെ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ എടുത്ത് അദ്ദേഹത്തെ നിർവീര്യമാക്കാം, നിർജീവമാക്കാം എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് നടക്കാൻ പോകുന്നില്ല. മോദി അദാനി ബന്ധം അത് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കുന്നതും ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള ഭരണമായി രാജ്യത്തിൻ്റെ ഭരണം അദാനിയുടെ കാൽക്കൽ കാഴ്ചവെക്കുന്ന ഒരു ഭരണമായി കേന്ദ്രഭരണം മാറുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധിയെ ഏത് വിധേനയും തകർക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അംബേദ്കറുടെ ഈ വിഷയത്തിൽ
അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. പ്രതിപക്ഷ എംപിമാരെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അതിനെതിരായി ശക്തമായ പോരാട്ടം നടത്തുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ കള്ളക്കേസെടുത്ത് അദ്ദേഹത്തെ നിർവീര്യമാക്കാനും നിർജീവമാക്കാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഗൂഢാലോചനകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനമന്ത്രി അറിഞ്ഞുകൊണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതിനെ ഞങ്ങൾ എന്ത് വില കൊടുത്തും നേരിടും എന്നാണ് ഈ അവസ്ഥയിൽ അറിയിക്കാനുള്ളത്.